ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധനം എന്താ ഇതാട്ടോ. നോക്കി എന്ത് രസമാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഇവിടെ നാടുന്നുണ്ടോ ലൈറ്റിൽ. വണക്കം, ദിസ് സ്റ്റാഫ് ബുദ്ധ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നിശാഗന്ധി നമ്മുടെ കനകക്കുന്നിലേക്ക് മുന്നിലാണ്. ഇവിടെ ലൈറ്റ് ഷോയും ഫ്ലവർ ഷോ ഒക്കെ നടക്കുകയാണ്. ജനുവരി 2-ാം തീയതി വരെ ഉണ്ട് അല്ലേ, 2-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇവിടെ നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ഫീ 50 രൂപയാണ്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ലൈറ്റ് ഷോയും നമ്മുടെ ഫ്ലവർ ഷോയും കാണാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഈ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കനകക്കുന്നിൻ്റെ മുന്നിലുള്ള റോഡാണ്. ഇവിടെ ഇപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ലൈറ്റിങ്ങാണ് നിങ്ങൾ കാണുന്നത്. മരത്തിലൊക്കെ നല്ല അടിപൊളി വാം ലൈറ്റൊക്കെ ഇട്ട്, അതേപോലെ റോഡിൽ ക്രോസ് ആയിട്ട് ആ മണിയും ആ ഒരു ക്രിസ്മസിൻ്റെ വൈബൊക്കെ ഉള്ള ഓരോരോ തീമൊക്കെ സെറ്റ് ചെയ്ത് അവർ വളരെ ഭംഗിയായിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഈ ട്രിവാൻഡ്രത്തെ ഇപ്പോഴത്തെ ഒരു ക്രിസ്മസ് വൈബ് എന്ന് പറയുന്ന കേട്ടോ. ഈ ഒരു ലൈറ്റിങ് തന്നെയാണ്, എന്ത് ഭംഗിയാണ് നോക്കിയേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കനകക്കുന്നിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ അടിപൊളി ഒരു ഭംഗിയായിട്ടുള്ള വലിയൊരു ക്രിസ്മസ് ബെല്ല് ലൈറ്റിൽ അലങ്കരിച്ച് വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. എന്ത് രസമാണ് നോക്കിയേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇത് ഒരു ടിക്കറ്റിന് 100 രൂപയാണ് ലൈറ്റ് ഷോയും നമ്മുടെ ഫ്ലവർ ഷോ എല്ലാം കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ 2 ടിക്കറ്റ് എടുത്തു. ഗൂഗിൾ പേക്ക് അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ആ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിതാ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഷോ കാണാനായിട്ട് കയറുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ 2023 ഫ്ലവർ ഷോ കാണാൻ കയറിയിരിക്കുകയാണ്. ഇത് രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ ഉണ്ട് ഈ ഒരു ലൈറ്റ് ഷോയും നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫ്ലവർ ഷോ എല്ലാം. ഇവിടേക്ക് എന്ത് രസമായിട്ട് അലങ്കരിച്ചെന്ന് നോക്കിയാൽ ഈ ഒരു ലോണിലൊക്കെ അവർ ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെറിയ വാം ലൈറ്റ് കൊടുത്ത് ഭയങ്കര ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം അല്ലേ. അപ്പോൾ ഇതിനോടൊപ്പം ഫ്ലവർ ഷോ ഉണ്ട് ഇവിടെ. ഇങ്ങനെ അവർ ഫ്ലവേഴ്സ് ചെടികളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ ഇങ്ങനെ കയറാനായിട്ട് ടിക്കറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അതെ അകത്ത് അതായത് ഉള്ളിൽ ഫ്ലവർ ഷോ കാണാൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതല്ല ഈ ലൈറ്റൊക്കെ കാണാനായിട്ടും അല്ലെങ്കിൽ ലൈറ്റിനടുത്തൊക്കെ പോകാനൊന്നും ഫോട്ടോ എടുക്കാനൊന്നും ടിക്കറ്റ് ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം ഇതെല്ലാം ടിക്കറ്റാക്കി. എന്നെ ഏറ്റവും അതിശയപ്പെടുത്തിയത് നമ്മുടെ വാട്ടർ അതോറിറ്റിയിലെ പാർക്കിങ്ങിന് 50 രൂപ ടിക്കറ്റ് ഏർപ്പെടുത്തി എന്നുള്ളതാണ്. കേരളീയം നടന്നപ്പോൾ ഒരു പൈസ ഇല്ലാതെ അവിടെ പോയി ഞാൻ പാർക്ക് ചെയ്തതാണ്. ഇപ്പോൾ അവിടെ അതും ഫീ വെച്ചു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ നിന്നൊക്കെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ മോഡൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിശാഗന്ധിക്കകത്ത് വരുന്ന കനകക്കുന്നിനകത്ത് വരുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇന്നിപ്പോൾ വലിയ തിരക്കില്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവധി ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണ്. അതോടൊപ്പം നിശാഗന്ധിയുടെ സ്റ്റേഡിയത്തിൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. അപ്പോൾ ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ അവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടേക്ക് ഒരുപാട് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചിലപ്പോൾ അങ്ങോട്ട് കാണുമായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല നല്ല പൂക്കൾ നല്ല ഭംഗിയിലും പല രീതിയിലൊക്കെ അടിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കനകക്കുന്നിനകത്തുള്ള ആ ലോണിലെല്ലാം ഒരുപാട് റെയിൻഡിയേഴ്സും ഫ്ലവേഴ്സൊക്കെ വെച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തേക്കാണ് ആ ലൈറ്റിങ്. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗിയായിട്ട്. ആ ഒരു ലൈറ്റിംഗ് ഒക്കെ തന്നെയാണ്. എന്ത് രസമാണ് നോക്കിയാൽ അവർ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകളിലേക്ക് കൂടെ പോവാം. ഇവിടെ നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ ആണ്, എന്താ ക്രിസ്മസ് ക്യാപ്പോ എന്താ ഇവിടെ ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ട്. അതേപോലെ ഇവിടെ എല്ലാം അവരിങ്ങനെ ഓരോരോ ഫ്ലവേഴ്സും ഒക്കെ ചെടിച്ചട്ടിയായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് നടുക്ക് ഒരു ക്യാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ക്രിസ്മസ് ട്രീ പോലെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ വസന്തോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചെടികൾ, അതായത് ഇവിടെ നമ്മുടെ ജമന്തിയൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ ഡിസ്പ്ലേക്ക്. ഇവിടെ എല്ലാം ചെടികളാണ് വെച്ചേക്കുന്നത്. ജമന്തി ഉണ്ട് 2 സൈഡിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു പൂക്കൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ മേളത്തെ ലൈറ്റിങ്ങും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ചെല്ലുന്നവർ നല്ല നല്ല രസമുള്ള ലൈറ്റിങ്സ് ഒക്കെയാണ് അവർ ചെയ്തേക്കുന്നത്. ഈ ഒരു നിശാഗന്ധി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിശാഗന്ധി ആ ഒരു കനകക്കുന്നിനെ അവർ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ലൈറ്റ് ആയാലും ആ ഒരു ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആയാലും ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേ കണ്ടല്ലോ ഒരു ഹൈലൈറ്റ് സാധനമൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ലൈറ്റിങ്ങിൽ. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് കാണാം. ഇത് നമ്മുടെ കനകക്കുന്നിനകത്തുള്ളൊരു ആൽമരമാണ്. ആൽമരം കുട്ടി സ്റ്റാറുകളൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് നിർത്തിയേക്കാണ്. അപ്പോൾ ഇനി നമുക്കിനി അങ്ങോട്ട് പോകുന്തോറും ലൈറ്റിങ്ങിൻ്റെ അതിപ്രസരമായ
കുറേ കാഴ്ചകളാണ് കാണാൻ കിടക്കുന്നത്. അത്രയും ലൈറ്റിംഗ് കൊണ്ട് ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറച്ച് കാഴ്ചകളാണ് ഇനി കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. ഫ്ലവറും പിന്നെ നമ്മുടെ 2023 എന്ന് എഴുതിയേക്കുന്ന ഇയറും പിന്നെ ഒരു ബട്ടർഫ്ലൈ പറക്കുന്നതൊക്കെയാണ്. ഇനി അങ്ങോട്ട് പോയി കാണാം കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ ആ ഒരു വൈബും. പ്രത്യേകിച്ച് ഇതൊരു വാം ലൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഇതാകണ്ടോ, ഇത് 2023 എന്ന് എഴുതിയേക്കുന്നതാണ്. 2023. അപ്പുറത്ത് 2024 ഉണ്ട്. കൊള്ളാം അല്ലേ? അപ്പം നമ്മൾ കനാകുന്നിനകത്തുനിന്ന് കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മളിത് അവിടെ നിന്നാണ് വന്നത്. ഇതിനകത്തൊക്കെ നോക്ക് ലൈറ്റിങ്ങിൻ്റെ പല സാധനങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നോക്കി എന്ത് രസമാണ്. കൊള്ളാമല്ലോ. ലൈറ്റ് കൊണ്ടൊരു ഫ്ലവറും പിന്നെ അവിടെ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ ആടുന്നുണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു ലൈറ്റ് വെച്ചുള്ള കൂടാരമാണ്. കൂടാരത്തിനകത്തൂടെ നമുക്കിങ്ങനെ നടന്നു പോകാം. വേണ്ട, ഇവിടെ ഒരു ഫ്ലവറൊക്കെ വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തേക്കാണ്. കൊള്ളാമല്ലേ? എന്ത് രസം നോക്കി. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി 2023 കൂടെ ഇറങ്ങി 2024 കയറുകയാണ്. ഇത് 2024 ആണ് കേട്ടോ. അപ്പോൾ 2024 കയറുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധനം എന്താ ഇതാ കേട്ടോ. നോക്കി എന്ത് രസമാണ്. ഈ ഒരു ബട്ടർഫ്ലൈ ഇവിടെ നാടുന്നുണ്ടോ ലൈറ്റിൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഈ ഒരു ബട്ടർഫ്ലൈ ഇവിടെ നാടുന്നതാണ്. പക്ഷെ ഇതൊരു അടിപൊളി സംഭവം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നോക്കി ആ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ ആടുന്നതാണ്. നല്ല രസമുണ്ടല്ലേ ബട്ടർഫ്ലൈ ആടുന്നതാണ്. അവിടെ അകത്തിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. പക്ഷെ അതിന് എക്സ്ട്രാ പേയ്മെന്റ് ആണോ? ആണോ എനിക്കറിയില്ല. അവിടെ അകത്തിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. ഈ നല്ല രസമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇവിടുത്തെ ഹൈലൈറ്റ് ഒരു സാധനമാണ് ഇപ്പം ഈ വർഷത്തെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഒക്കെ കണ്ടതാ അടുത്ത ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇവിടെ എല്ലാം ലൈറ്റൊക്കെ ഇട്ട് അതേപോലെ ചെടികളൊക്കെ വെച്ചാൽ ചെടികൾ എനിക്കൊന്ന് ഈ പ്രാവശ്യം കുറവാണ്. സാധാരണ ഇവിടെയൊക്കെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കനകൊന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ KTD's ഒരു ഗാർഡൻ കഫേ കേട്ടോ. ചെറുകടികളും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു കഫേയാണ്. അതെല്ലാം കണ്ടുവരുമ്പോൾ ഇവിടെ നോക്കിയേ ഫ്ലവറിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. 2 പെലിക്കണല്ലേ, ഫ്ലെമിംഗോ. ഓക്കെ. അപ്പോൾ നമ്മളിതിനെ കണ്ടുവരുമ്പോൾ ഇവിടെ 2 ഫ്ലെമിംഗോ ഒരു ഫ്ലവറിൽ ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ കാണിച്ചു തരാം. നോക്കിയാൽ ഫുൾ ഫ്ലവറിൽ അവർ ചെയ്തേക്കാണ് ഈ ഒരു ഫ്ലെമിംഗ്. എന്ത് രസമാണ് നോക്കിയാൽ. അടിപൊളിയാട്ടോ. നല്ല റോസ വെച്ചിട്ട് ചെയ്തേക്കാണ് ഈ ഒരു ഫ്ലെമിംഗോ. ആ റോസയുടെ മണം തന്നെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. പല കളറിലുള്ള റോസ. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. നല്ല രസമുണ്ട്. നോക്കിയാൽ എന്ത് രസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലെമിംഗോ ഒക്കെ കണ്ടതാ വരുമ്പോൾ ഇവിടെ കുറേ പേരിങ്ങനെ ബോള് കളിക്കുന്നതും ബോള് പിടിക്കുന്നതായിട്ടുള്ള. അപ്പോൾ നമ്മളങ്ങനെ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അവിടെ വന്നേക്കാണ്. ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പോണ്ട് പോലെ ഉണ്ട് കണ്ടോ. കൊട്ടാരത്തിൻ്റെ വളപ്പൊക്കെ വളരെ ഭംഗിയായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് ഫ്ലവറൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം ഓരോരോ പൂക്കളിവിടെ ഫ്ലവറൽ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അങ്ങനെ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്താ കണ്ടോ, ഇതാണ് ആ കനകക്കുന്ന് കൊട്ടാരം. ഇവിടെ നമുക്ക് താഴോട്ട് പോകുമ്പോൾ ആ എൻട്രൻസ് വഴിയും നമ്മൾ നേരത്തെ കണ്ട ആ പറക്കുന്ന പൂമ്പാറ്റൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം ഫ്ലവർ ഷോ കുറവാണ്. ലൈറ്റ് ഷോ ഉണ്ട്, ഫ്ലവർ ഷോ കുറവാണ്. ഇവിടെയൊക്കെ ഒരുപാട് നിറച്ച് ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞ വർഷം വെച്ചിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ നോക്കിയാൽ കുറവാണ്. ഇതെനിക്കൊന്ന് ലൈറ്റ് ഷോയും ഫ്ലവർ ഷോ കൂടെ മെർജ് ചെയ്തൊരു സംഭവം ചെയ്തേക്കുന്നതാണ്. പക്ഷെ കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ ഈ വർഷത്തെ ഫ്ലവർ ഷോ ഭയങ്കര കുറവാണ്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലേ? വളരെ നന്നായിട്ട് അവർ ഭയങ്കര ഡിസൈനിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതിപ്പം വളരെ എന്താ പറയുക കുറവാണ് ഫ്ലവർ ഷോ എന്ന് പറയുന്നത്. ടിക്കറ്റ് റേറ്റിന് കുറവില്ല, 100 രൂപയാണ്. അതിനൊരു കുറവുമില്ല. ബട്ട് എന്താ പറയുക, ഒരു ഫ്ലവർ ഷോ എന്ന കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ്. നമുക്ക് ഈ വാസ്റ്റ് ഏരിയയിൽ കുറേ ഇങ്ങനെ അടുക്കി വെച്ചേക്കുകയാണ്. അതിനെക്കാട്ടി
ഒരു ചെറിയൊരു സ്ഥലത്ത് ഫ്ലവർ ഷോ ആയിട്ട് തന്നെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഭയങ്കര ഫില്ലിംഗ് ആയിട്ട് തോന്നിയേനെ. പക്ഷെ എനിക്കൊന്നും ഇവിടെയൊക്കെ കുറവ് തന്നെയാണ് ഇപ്പോഴും. ഇവിടെ എല്ലാം ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇത് ഓർക്കിഡാണ്, എന്താ സാധനം. ഇവിടെ എല്ലാം ഫ്ലവേഴ്സ് വെച്ചേക്കാണ്. പല ആന്തൂറിയും ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഫ്ലവേഴ്സ് അവർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കാണ്. ഇവിടെ ഡാലിയ ഉണ്ട്, അവിടെ എല്ലാം ഡാലിയാണ് അവർ വെച്ചേക്കുന്നത് കേട്ടോ, ഡിസ്പ്ലേ വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്നു വന്ന നേരെ ഒരു സ്നോ വേൾഡ് പോലെ ഒരു സ്നോ ഹൗസിലേക്കാണ്. ഇതൊരു സ്നോ ഹൗസാണ് കേട്ടോ. അത് നോക്കി എന്ത് രസമാണ്, പഞ്ഞിയുണ്ട്. നമ്മുടെ ഈ സ്നോയിലൊക്കെ ഉള്ള ഓരോ ഇത് ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇത് കൊള്ളാം കേട്ടോ, ഇതാണ് സ്നോ ഹൗസ്. ഇത് നമ്മുടെ ആ സ്നോ ഹൗസിനകത്തുള്ളതാണ്. നോർത്ത് പോൾ, സാന്താസ് വർക്ക്ഷോപ്പ്, ഈഫ് വില്ലേജ്, റെയിൻഡിയർ ബാർ കണ്ടോ, കൊള്ളാമല്ലേ. ഇവിടെ ഒരു റെയിൻഡിയർ വണ്ടി. ഇത് വണ്ടി എന്താ പറയുക, റെയിൻഡിയർ വണ്ടി. എന്താ വണ്ടി? സാന്താക്ലോസ് വരുന്ന ഒരു വണ്ടി ഇവിടെ ഉണ്ട്. അതിൽ അതുകൂടി ഇരിക്കുകയാണ്. നോക്കിയാൽ അപ്പം അങ്ങനെ നമ്മൾ ആ സ്നോ ഹൗസ് കണ്ടുവരുമ്പോൾ ഇവിടെ ഒരു റെയിൻഡിയറിനെ ഒരു ലൈറ്റിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നോക്കിയാൽ. ഇതാണ് റെയിൻഡിയർ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത് കയറാൻ പോകുന്ന പെറ്റ്സ് പാർക്കിലാണ്. ഇത് കണ്ട പെറ്റ്സ് പാർക്ക്. ഇത് നമ്മളെ കനകക്കുന്നിനകത്ത് തന്നെ ഉണ്ട് പെറ്റ്സ് പാർക്ക്. അപ്പോൾ നമുക്ക് പെറ്റ്സ് പാർക്ക് പോവാം. ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. എൻട്രി ടിക്കറ്റ് ഉണ്ടല്ലേ? അതെ, ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് വേണ്ട, ഒരാൾക്ക് ടിക്കറ്റ് 50 രൂപയാണ് എൻട്രി ടിക്കറ്റ്. കയറി നോക്കാം. അപ്പം അങ്ങനെ ഞങ്ങൾ പെറ്റ്സ് പാർക്ക് കാണാൻ കയറുകയാണ്. ദിസ് വേ. താങ്ക് യു. അപ്പം നമ്മൾ ആ പെറ്റ്സ് പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു മരത്തിൽ ഇഗ്വാന ഇരിക്കുന്നുണ്ട്, പിന്നെ പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്, ഇവിടെ പൈത്തൺ ഉണ്ട്, പിന്നെ അക്വേറിയം ഉണ്ട്, ഒരു പൈത്തൺ. ഇവിടെ ഒരു മരത്തിൽ ഇഗ്വാന വെച്ചേക്കുവാണ്. വലിയ ഇഗ്വാനയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് അക്വേറിയം ഉണ്ട്, ഫിഷസ് എന്നൊക്കെ. പിന്നെ ആ ഭാഗത്ത് കുറച്ച് പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇതെനിക്ക് തോന്നുന്നു കനേഡിയൻ പിഗ്മി ആടാണോ എന്ന് സംശയമുണ്ട്, കാര്യം കുട്ടി ആടാണ്. പിന്നെന്താ ഇവിടെ കോഴിയുണ്ടതാ, കോഴിയും താറാവൊക്കെ ഉണ്ട്. ഈ താറാവാണ്. അതേപോലെ ഇവിടെ ഡോഗ്സ് ഉണ്ട്. ഗോൾഡൻ റിട്രീവർ ഉണ്ട്, ഗ്രേറ്റ് ഡെയിൻ ഉണ്ട്. അത് മൊയലാണ്. ഒരുപാട് കുട്ടി മൊയലുകളുണ്ട്. ഇതൊക്കെ നല്ല വലിയ ജയന്റ് ഡോഗ്സ് ആണ്. ഇത് നോക്കി എന്ത് രസമാണ്. നമുക്ക് പട്ടികളെ തടവയൊക്കെ ചെയ്യാം. ട്രെയിൻഡ് ഡോഗ്സ് ആണ് കേട്ടോ, ഇതെല്ലാം ട്രെയിൻഡ് ആണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ പട്ടീനെയൊക്കെ അടുത്ത് നമുക്ക് കയ്യിൽ തരും. ഷിറ്റ്സും ഉണ്ട്, നമ്മുടെ ഗോൾഡൻ റിട്രീവർ ഉണ്ട്. നോക്കിയേ ക്യാമറ. ഇതേതാ? ഹസ്കി. നോർമൽ ഗ്രീ ആയി അല്ലേ? ഓ, ഇത് ഹസ്കിയാണ്. ബ്ലൂ ഐ ആണോ? ഹസ്കി ഉണ്ട്, ലാബ് ഉണ്ട്, ഷിറ്റ്സും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. റെസാപ്സും ഉണ്ട്. കയറ്.
കയറ് അത് കയറ് വാ. ഓക്കെ, നമുക്ക് പട്ടികളൂടെ കളിക്കാം. ഇറങ്ങണം, ഇറങ്ങണം. തൊട്ടോ, ഇത് നോക്കി കൊച്ചടാ. മറ്റേ ബാങ്കോക്കിലെ കഫേ പോയിട്ടുണ്ട്, അസ്കി കഫേ. അപ്പോൾ ഈ ഭാഗത്തെല്ലാം ഉള്ളത് പേർഷ്യൻ ക്യാറ്റ് ആണ്. പല കളേഴ്സിലുള്ള പേർഷ്യൻ ക്യാറ്റ് ഇവിടെ ഉണ്ട്. അതോടൊപ്പം എന്താ ഇവിടെ ഒരു ഡോഗ് ഏരിയയിൽ ഒരു ബീഗിൾ ഉണ്ട്, ഒരു ഗോൾഡൻ റിട്രീവർ ഉണ്ട്, നമ്മുടെ മിലി. ബാബാ, ഇവിടെ ഒരു ചെറിയ ഏവിയറി ഉണ്ട്. നമുക്ക് കേജ് തുറന്ന് അകത്ത് കയറാം. അകത്ത് മൊത്തം ബേർഡ്സ് ആണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അടുത്ത് നടന്നു വന്നത് ഇവിടെ ഒരു ട്രേഡ് ഫെയർ ആൻഡ് ഫുഡ് ഫെസ്റ്റിവലിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ട്രേഡ് ഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മാരുതിയുടെ സ്വിഫ്റ്റിൻ്റെ ഒക്കെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതേപോലെ ബൈക്ക് റോയൽ എൻഫീൽഡ് ഉണ്ട്, ശിവജി മോട്ടോഴ്സിൻ്റെ റോയൽ എൻഫീൽഡ്. ഇവിടെ ഇനി അങ്ങോട്ടെല്ലാം ട്രേഡ് ഫെയർ മാർക്കറ്റാണ് ഇനി അങ്ങോട്ട്. അതോടൊപ്പം താഴെ സൂര്യകാന്തിയുടെ അവിടെ നമുക്ക് ഫുഡ് ഫെസ്റ്റിവലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്ലവർ ഷോ, ലൈറ്റ് ഷോ കണ്ടത് പുറത്തിറങ്ങുവാണ്. ഇവിടെ എൻട്രി ടിക്കറ്റ് 100 രൂപയാണ്. അകത്ത് പെറ്റ്സ് പാർക്കിൽ ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ എന്താ പറയുക, ഫ്ലവർ ഷോ കുറവാണ് ഈ കഴിഞ്ഞ വർഷത്തെ നോക്കി വെച്ചാൽ കുറവാണ്. ബട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവ്. പിന്നെ എനിക്കൊന്നും ഇങ്ങനെ ഫുൾ എക്സ്പാൻഡ് ചെയ്തിട്ട് കിടക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു നമുക്ക് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് വന്ന് കാണാനായിട്ടുണ്ട്. ഫാമിലി ആയിട്ട് വന്നാൽ അവർക്ക് ഇങ്ങനെ നടന്ന് കാണാനും ആസ്വദിക്കാനും ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ട്രേഡ് ഫെസ്റ്റിവൽ ഉണ്ട്. അതൊക്കെ കണ്ട് എല്ലാം ഷോപ്പൊക്കെ ചെയ്ത് പോകാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് ട്രാഡ് കപ്പ്. ബൈ.